വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റ് 25th ഒക്ടോബർ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 27th ഒക്ടോബർ മുതൽ 31st ഒക്ടോബർ വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ദീപാവലിയുടെ ട്രേഡിംഗ് ഡേയിൽ നമ്മൾ കണ്ടു 25 പോയിൻറ്റ്സ് നിഫ്റ്റി പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ വീക്കും ഒരു പോസിറ്റീവ് ക്ലോസിങ് തന്നെയായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം, നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ 26,000 ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീക്ക്ലി ക്ലോസിങ് വന്നിരിക്കുന്നത് 25,795 വീക്ക്ലി ഗെയിൻ 85 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയാണ് കഴിഞ്ഞ വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സെൻസെക്സും ഒരു 259 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 84,211 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സും 328 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 59,231 കഴിഞ്ഞ വീക്കിൽ ആഡ് ചെയ്ത് ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 130 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് 18,253 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമ്മൾ പുതിയ ഈ ദീപാവലിയോട് കൂടി സമ്പത്ത് 2082 കടന്നിരിക്കുകയാണ്. ഈ വർഷം നമുക്കറിയാം 2081 എന്നുള്ള ഒരു സമ്പത്തിൽ ഒരു കൺസോളിഡേഷൻ്റെ ഒരു മൂഡിലായതുകൊണ്ട് കുറേയധികം സ്റ്റോക്കുകൾ ആ ഒരു കൺസോളിഡേഷൻ്റെ പീരീഡിലൂടെയാണ് കടന്നു പോയത്. അതുകൊണ്ട് ഒരുപക്ഷെ കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് നേടാനായിട്ട് പലർക്കും സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ 2082 ഇപ്പോഴുള്ള നമുക്കറിയാം കുറേയധികം പ്രശ്നങ്ങൾ ഇസ്രായേലും അതുപോലെ തന്നെ ഇസ്രായേലായിട്ടുള്ള ഇഷ്യൂ നമുക്ക് കാണാം, ഇപ്പോൾ തീർന്നിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ ക്രൈസിസ് മാത്രമാണ് ഇപ്പോൾ ജിയോ പൊളിറ്റിക്കലായിട്ട് ഒരു ത്രെട്ടായിട്ട് നിൽക്കുന്നത്. മറ്റുള്ള താരിഫ് വാറുകളൊക്കെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് കുറേ കൂടെ പോസിറ്റീവായിട്ടുള്ളൊരു വർഷം നമുക്ക് ഈ സമ്പത്ത് 2082 നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങൾ ദീപാവലിയോടനുബന്ധിച്ച് 4 മുഹൂർത്ത് പിക്കുകൾ ഞങ്ങളുടെ ക്ലയൻസിന് റിലീസ് ചെയ്യുകയുണ്ടായി. എല്ലാ മുഹൂർത്ത ട്രേഡിങ്ങിനുള്ള ദീപാവലി പിക്കുകളും എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. ആർക്കെങ്കിലും ഇനിയും ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് ഞങ്ങളത് തരുന്നതായിരിക്കും. അതൊരു എല്ലാ ദീപാവലി പിക്കുകളും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടോടുകൂടി തന്നെയാണ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഈ ദീപാവലി പിക്കുകൾ 3 ആണ് സാധാരണ നൽകാറുള്ളത്. ഇത് നൽകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ആർക്കെങ്കിലും പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങളുടെ റെക്കമെൻഡേഷൻ വാങ്ങിയിട്ടും ലഭിക്കാത്തവരുണ്ടെങ്കിൽ ആ ഷോർട്ട് ഫോളൂടെ നികത്താൻ വേണ്ടിയിട്ടാണ് ഈ ദീപാവലി പിക്കുകളൂടെ നൽകുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഷോർട്ട് ഫോളുകൾ ഇതിലൂടെ നികത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. നമ്മൾ ഈ വർഷത്തിൽ നമ്മൾ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഗോൾഡിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വലിയൊരു റാലി നടക്കുന്നത് നമ്മൾ കണ്ടുപോലും. അപ്പോൾ നമുക്കറിയാം, എപ്പോഴും സാധാരണ ഒരു സെയിങ് ഉള്ളത്, ഗോൾഡ് ഈസ് ഫിയർ, ഇക്വിറ്റീസ് ആർ ഹോപ്പ് എന്നുള്ള ഒരു കാര്യം എപ്പോഴും പറയാറുള്ളതാണ്. അത് സാധാരണ നിലയ്ക്ക് എന്തെങ്കിലും അൺസർട്ടനിറ്റീസ് ഉണ്ടാകുമ്പോൾ, ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള അതല്ലെങ്കിൽ ഇൻഫ്ലേഷൻ്റെയൊക്കെ അല്ലെങ്കിൽ റിസഷൻ്റെയൊക്കെ ഫിയർ ഉണ്ടാകുന്ന സമയത്താണ് ഗോൾഡ് സാധാരണ മുകളിലേക്ക് മൂവ് ചെയ്തെന്നുണ്ടെങ്കിൽ, ഇക്വിറ്റീസ് എക്കണോമി ഒരു സ്റ്റേബിളായിട്ട് എക്കണോമി അല്ലെങ്കിൽ വളരെ നല്ല ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഒക്കെ ഉള്ള സമയത്താണ് ഇക്വിറ്റീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. പക്ഷേ ഇതിന് നമുക്കറിയാം, ഇപ്പോൾ ഗ്ലോബലി ഇക്വിറ്റി മാർക്കറ്റ്സിൽ ഒരു കൺസോളിഡേഷൻ്റെ പീരീഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗോൾഡ് വലിയ രീതിയിലൊരു റാലി നടത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ഗോൾഡിനൊരു ഫിയർ ഫാക്ടർ മൂലമാണ് ഇതുപോലെയുള്ളൊരു റാലി ഉണ്ടായത്. ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കുറേയധികം ടെൻഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടത്, സെൻട്രൽ ബാങ്ക്സ് കൂടുതൽ ഗോൾഡ് വാങ്ങുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ത്യയും റഷ്യയും പോലെയുള്ള കൺട്രീസൊക്കെ US കറൻസി ആയിട്ടുള്ള ഡോളറിലേക്ക് റിസർവുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഗോൾഡിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു. അപ്പോൾ ഗോൾഡ് നമുക്കറിയാം ഒരു മാർക്കറ്റിൻ്റെ
ഒരു ഇതുപോലുള്ള ഒരു അൺസർട്ടനിറ്റി പീരിയഡിലാണ് ഗോൾഡ് റാലി ചെയ്യുക. അതേസമയം ഇക്വിറ്റി മാർക്കറ്റ് ഇതിപ്പോൾ നമുക്കറിയാം, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇക്വിറ്റി മാർക്കറ്റിൽ വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എസ്പെഷ്യലി ഹിൻഡാൽക്കോ പോലെയുള്ള സ്റ്റോക്കുകളുടെ റാലി സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഹോപ്പ് ഇൻക്രീസ് ചെയ്യുന്നത് തന്നെയാണ്. ഒരു എക്കണോമിയിലൊരു സ്റ്റെബിലിറ്റി പ്രതീക്ഷിക്കുകയും അതുപോലെ തന്നെ ഡിമാൻഡിലൊരു റിക്കവറിയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഫണ്ടമെൻ്റൽസിലുള്ള റിക്കവറിയാണ് ഇതുപോലെയുള്ള ഇക്വിറ്റീസിൻ്റെ മൂവ്മെൻറ്റിലും നമുക്ക് കാണാവുന്നത്. അതുപോലെ നമുക്ക് പലപ്പോഴും ഗോൾഡിൻ്റെ റാലി ഒരു ഫിയറാണ് നമുക്ക് പലപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യാവുന്നുണ്ടെങ്കിലും, ഇപ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം ഈ ഒരു ഡിമാൻഡിൻ്റെ, അതായത് സെൻട്രൽ ബാങ്ക്സ് കൂടുതൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഈ ഫിയർ ഫാക്ടറിനൊക്കെ കൂടുതൽ ഡിമാൻഡ് കൂടുന്നത് കൂടെ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോൾഡിലുണ്ടായിട്ടുള്ളൊരു വലിയ റാലി നമുക്ക് അറിയാം, ഇന്ത്യക്കാരുടെ ഒരു കൾച്ചറലായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഗോൾഡ് ഫാമിലിയിൽ, പ്രത്യേകിച്ചും ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഗോൾഡ് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതും, അതുപോലെ മാരേജിനോടനുബന്ധിച്ചൊക്കെ ഗോൾഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അസറ്റായിട്ട് നമ്മൾ ഫാമിലികൾ നമ്മളൊരു കൾച്ചറിൻ്റെ പാർട്ടായിട്ട് തന്നെ കീപ്പ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ മോർഗൻ സ്റ്റാൻലി ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തപ്പോൾ ഇന്ത്യയുടെ ഹൗസ് ഹോൾഡ് ഗോൾഡിൻ്റെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ $3.8 ട്രില്യൺ വരും എന്നുള്ളതാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് കാണിക്കുന്നത്. അത് ഇന്ത്യയുടെ GDP-യുടെ 88.8% വരും. 2025 പകുതിയാകുമ്പോഴുള്ള ഇന്ത്യയുടെ GDP-യുടെ 88.8% വരുന്ന അത്രയും എമൗണ്ടാണ് $3.8 ട്രില്യൺ ഗോൾഡാണ് ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സ് ഹോൾഡ് ചെയ്യുന്നത്. ഇത് ഒരു വലിയ ഒരു ഗ്രോത്താണ് കാണിച്ചത് നമുക്ക് കാണാം. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമായത് കഴിഞ്ഞ 2025 ഗോൾഡിൻ്റെ വാല്യൂ ഒരു 61.8% റാലി ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഗോൾഡിൻ്റെ വാല്യൂം അതിനനുസരിച്ച് ഓൾമോസ്റ്റ് ഒരു 61% റാലി നടത്തുകയുണ്ടായി. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കൾച്ചറലായിട്ടുള്ള ഒരു ഹാബിറ്റ് എന്തായാലും ഇന്ത്യക്കാരുടെ ഒരു അസറ്റ് ബേസ് വലിയ രീതിയിൽ കൂട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് എന്തായാലും ഈ ഒരു ഇത്രയും വരുന്ന ഒരു വാല്യൂ $3.8 ട്രില്യൺ ഈ വാല്യൂ വരുന്നത് ഹോൾഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ 34,600 ടൺസാണ് ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിൻ്റെ കയ്യിലുള്ള ഗോൾഡ് എന്നുള്ള ഒരു കാര്യമാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട്. ഇതിനും വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ടും പ്രകാരം മുമ്പ് ഇത് 23,000 to 26,000 ടൺസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 34,600 ടൺസിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂഷൻ. അതേസമയം നമ്മൾ ഈ ഗോൾഡ് നമ്മുടെ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിൻ്റെ കയ്യിലുള്ളത് ഈ $3.8 ട്രില്യൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഈ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ 1,185 ബില്യണാണ് ഈ ഹൗസ് ഹോൾഡ്സിൻ്റെ കയ്യിലുള്ള ഇക്വിറ്റീസ്. അതിൻ്റെ ഒരു 3.1 ടൈംസാണ് ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് അത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇക്വിറ്റിയിലുള്ളതിനേക്കാളും 3 ഇരട്ടിയിലധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡിലാണ് ഇപ്പോൾ ഇന്ത്യക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പോർട്ട്ഫോളിയോയിൽ വലിയ ചേഞ്ച് വരുന്നുണ്ട്. ഇക്വിറ്റിയിലേക്ക് കുറേയധികം കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ ഒരു ആനുവൽ ഗ്രോത്ത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള ആനുവൽ ഗ്രോത്ത് ഇംഗത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് നോക്കുകയാണെങ്കിൽ 2016 ഫിനാൻഷ്യൽ ഇയറിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 17% ഹൗസ് ഹോൾഡ് അസറ്റ്സ് ഇക്വിറ്റിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ടോട്ടൽ അസറ്റ്സിൻ്റെ 17% ഇക്വിറ്റിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ 2020 ഇത് വലിയ രീതിയിൽ താഴ്ന്ന് 2.5% താഴുകയും അതിനുശേഷം $2024 5.1% വലിയ രീതിയിലൊരു ഷാർപ്പായിട്ടുള്ള ഇൻക്രീസ് ഉണ്ടായത്. അതിനുശേഷം നമ്മൾ
2025 Q1 ഡാറ്റ നോക്കുമ്പോഴാണ് സർപ്രൈസിങ് ആയിട്ട് 31%ലേക്ക് വലിയൊരു സർജ് ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിൻ്റെ ഒരു 31% സേവിങ്സും ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ സേവിങ്സും വന്നിരിക്കുന്നത് ഇക്വിറ്റിയിലേക്കാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെയും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലുള്ള കോൺഫിഡൻസ് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ടെന്നുള്ളതും, അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റിലുള്ള റിട്ടേൺ വളരെ കുറഞ്ഞതും മറ്റു റിയൽ എസ്റ്റേറ്റ്സിൻ്റെ റിട്ടേൺസ് ഒക്കെ കുറഞ്ഞതുമാണ് വലിയ രീതിയിൽ ഇതുപോലെയുള്ള ഇക്വിറ്റിയിലേക്ക് പാർട്ടിസിപ്പേഷൻ കൂട്ടിയിരിക്കുന്നത്. എന്തായാലും ഇത് ഗ്ലോബലി തന്നെയുള്ളൊരു ട്രെൻഡാണ്. നമ്മൾ ഈ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് വരും ദിവസങ്ങളിൽ കൂടുകയുള്ളൂ. ന്യൂ ജനറേഷൻ ഇൻവെസ്റ്റേഴ്സ്, ന്യൂ ജനറേഷൻ മുഴുവൻ കൂടുതൽ ഈ ആപ്പുകളിലേക്കും അതുപോലെ തന്നെ ഓൺലൈൻ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ വരികയും, നമുക്കറിയാം SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് റൂട്ടിലൂടെയുള്ള മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റും ഈ മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റീസിലേക്ക് തന്നെയാണല്ലോ. അപ്പോൾ ആ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നല്ല കമ്പനികളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരികയൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കുറച്ച് സമയമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ രീതിയിലൊക്കെ വിറ്റ് പോയെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഓൾമോസ്റ്റ് ഒരു 24,000-നും 26,000-നും ഇടയിൽ മാർക്കറ്റ് സ്റ്റേബിളായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇന്ത്യക്കാരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും മ്യൂച്വൽ ഫണ്ട് റൂട്ടിലൂടെ അതുപോലെ തന്നെ ഇക്വിറ്റീസിലൂടെയൊക്കെ നേരെ മാർക്കറ്റിലേക്ക് വരുന്നതാണ്. നമ്മളിപ്പോൾ കാണുന്ന ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഹൗസ് ഹോൾഡ് സേവിങ്സ് കഴിഞ്ഞ 2020 വളരെ കുറഞ്ഞ് 2.5%ലേക്കൊക്കെ വന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 31% ഫിനാൻഷ്യൽ സേവിങ്സും ഇക്വിറ്റീസിലേക്ക് വരുന്നത് നമുക്ക് ചാർട്ടിലൂടെ കാണാൻ സാധിക്കും. അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു ട്രെൻഡാണ്. അത് വരും വർഷങ്ങളിൽ വളരെയധികം കൂടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. എസ്പെഷ്യലി ഇതുപോലെയുള്ള ഗോൾഡിൻ്റെ വലിയൊരു റാലി നടന്നതിന് ശേഷം ഇനി ഗോൾഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് പലരും മടിക്കും. പേഴ്സണലി ഞാനും ഫിസിക്കലായിട്ടുള്ള ഗോൾഡ് പലപ്പോഴും വാങ്ങുന്നതിൽ ഞാൻ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളാണ്. കാരണം ബേസിക്കലി നമുക്കറിയാം ഫാമിലിയിലൊരു ഗോൾഡ് ഫിസിക്കലി എന്തെങ്കിലും വാങ്ങി കൊടുക്കുമ്പോൾ ഫാമിലിയിൽ നമുക്ക് വൈഫിനൊക്കെ വളരെ സന്തോഷമായിരിക്കും. ബേസിക്കലി ഞാൻ ഒരു ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഫാമിലിയിൽ എപ്പോഴും അതിന് നമുക്കറിയാം ഒരു റിസ്ക് ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഒരു മടിയുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് കുറേ ഗോൾഡിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫാമിലിയിലുള്ളൊരു ടെൻഷൻ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയാറുള്ളത്, നമ്മൾ വൈഫിനുള്ള ഗോൾഡിൻ്റെ ഒരു പോർഷൻ അലൊക്കേഷൻ മാറ്റി വെച്ച് അവർക്ക് ഫിസിക്കൽ ഗോൾഡായിട്ട് തന്നെ വാങ്ങിക്കൊടുക്കുക. അപ്പോൾ അവർ വളരെ ഹാപ്പി ആയിരിക്കും. നമ്മൾ ഇക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അപ്പോൾ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള പെർമിഷനും അല്ലെങ്കിൽ അവിടെ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഞാൻ ക്ലയൻസിനോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇക്വിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഈ ഗോൾഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തവരെല്ലാവരും വളരെ ഒരു വലിയൊരു സക്സസിൻ്റെ മുകളിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നമുക്കറിയാം ലിക്വിഡിറ്റിയുടെ കാര്യം വരുമ്പോൾ ഗോൾഡ് നമുക്കൊരു പെട്ടെന്നൊരു ക്യാഷ് റിയലൈസ് ചെയ്യണമെങ്കിലൊക്കെ അത് ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അപ്പോൾ ഗോൾഡിലേക്ക് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അങ്ങനെയുള്ള ലിക്വിഡിറ്റിയുടെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന Q2 റിസൾട്ട്സ് നോക്കുമ്പോൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള കമ്പനി Q2 റിസൾട്ട്സിൽ 291.44 crores-ൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഡിക്ലെയർ ചെയ്തത്. 343% ഇൻക്രീസാണ് കഴിഞ്ഞ വർഷത്തെ ഈ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 32.7% ഗ്രോ ചെയ്ത് 1,450.76 crores-ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഷിപ്പിംഗ് കോർപ്പറേഷൻ വളരെ നല്ലൊരു റിസൾട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈ റിസൾട്ടോടുകൂടി ഒരു അപ് ട്രെൻഡിലേക്കുള്ള ഒരു ബ്രേക്കൗട്ടോടുകൂടി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കാവുന്ന ഒരു കമ്പനിയാണ്. ഒരു പബ്ലിക് സെക്ടർ കമ്പനി ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്കറിയാം
കുറേ കൂടി ഓർഡേഴ്സൊക്കെ ലഭിക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു കമ്പനിയാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഈ മെറ്റൽ സെക്ടറിലുള്ള കുറേ കമ്പനികളൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതിലൊരു കമ്പനിയാണ് നമ്മുടെ ഈ വീക്ക്ലി വീഡിയോയിൽ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കമ്പനിയാണ് ഹിൻഡാൽകോ എന്നുള്ള കമ്പനി. അപ്പോൾ ഹിൻഡാൽക്കോയുടെ ഷെയർ പ്രൈസ് കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റാലിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അലുമിനിയം പ്രൈസ് നമുക്കറിയാം ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിലൊക്കെ ഒരു വലിയ റാലിയോട് കൂടി $2,850 പെർ ടണ്ണിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ടൈറ്റ് ഗ്ലോബൽ സപ്ലൈയിൽ വന്നിട്ടുള്ളൊരു ടൈറ്റ് പൊസിഷനാണ്. കുറച്ച് ഡിസ്ട്രപ്ഷൻസ് ഒക്കെ പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ളത് കൊണ്ടും ഒരു ടെക്നിക്കലായിട്ടൊരു ബുള്ളിഷ് മൊമെൻറ്റുമാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ US ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടും ഈ ഒരു റാലി നമുക്ക് ഈ അലുമിനിയം പ്രോഡക്ട്സിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, ഞാൻ ഈ ഹിൻഡാൽകോ എന്നുള്ള കമ്പനി ഒരു 2020 പീരീഡിൽ അതിന് മുമ്പൊക്കെ വളരെ താഴെ ലെവലിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സമയത്ത് ഞാനിത് ആദിത്യ ബിർള ഗ്രൂപ്പിലൊരു വളരെ നല്ലൊരു കമ്പനിയാണ്. നമ്മൾ കേരളത്തിലും കൊച്ചിക്കടുത്ത് ഒരു പ്ലാന്റൊക്കെ ഉള്ള കമ്പനിയാണ്. അപ്പോൾ ഈ ഹിൻഡാൽകോ എന്ന കമ്പനി എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇത് പെർഫോം ചെയ്യാത്തതെന്നുള്ള പലപ്പോഴും അനുഭവത്തോടുകൂടി നോക്കിയിട്ടുള്ളതാണ്. വളരെ നല്ല പ്രൊഡക്ഷൻ ഫെസിലിറ്റിയൊക്കെ ഉള്ളൊരു കമ്പനിയാണ്, പക്ഷേ എന്തുകൊണ്ടാണ് പെർഫോം ചെയ്യാത്തതെന്നുള്ളത് പലപ്പോഴും ഞാൻ നോക്കാറുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ഈ ചാർട്ടിൽ കാണാൻ സാധിക്കും ഹിൻഡാൽക്കോയിൽ ഒരു 2010 പീരീഡിലൊക്കെ ഹിൻഡാൽക്കോ 100 ലെവലിൽ മാത്രമാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ കാണാം ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു വലിയ ഒരു റാലിയോടുകൂടി ലൈഫ് ടൈം ഹൈ എല്ലാം ബ്രേക്ക് ചെയ്ത് 824 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയൊരു മാർക്കറ്റ് ക്യാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഹിൻഡാൽക്കോ. അപ്പോൾ ഹിൻഡാൽക്കോ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കമ്പനിയായിട്ട് തന്നെ നമുക്ക് വളരെ ശ്രദ്ധിക്കാം. കാരണം ഇത് വലിയൊരു ലാർജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ഗ്ലോബൽ ഓപ്പറേഷൻസ് നടത്താൻ കേപ്പബിലിറ്റി ഉള്ളൊരു കമ്പനിയാണ് ഹിൻഡാൽക്കോ. അതുപോലെ ITC ഹോട്ടൽസ് കഴിഞ്ഞ ദിവസത്തിൽ ITCയിൽ നിന്നും ഡീമർജ് ചെയ്തൊരു കമ്പനിയാണ് ITC ഹോട്ടൽസ് കമ്പനി. ഹോട്ടൽ സെക്ടറും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും സെപ്പറേറ്റ് ഒരു കമ്പനിയായിട്ട് ഡീമർജ് ചെയ്തിരുന്നു. ആ കമ്പനി കഴിഞ്ഞ ദിവസത്തിൽ Q2 റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്തപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 133 crores, അതായത് 74% നെറ്റ് പ്രോഫിറ്റിൽ ഗ്രോത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ വർഷം ഈ സമയത്ത് 76 crores പ്രോഫിറ്റ് മാത്രമാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ കമ്പനിയുടെ റവന്യൂം 839 crores വന്നിട്ടുണ്ട്. 8% ഗ്രോത്താണ് റവന്യൂവിൽ വന്നിട്ടുള്ളത്. ITC ഹോട്ടൽസും ഒരു ഡിമർജ് ചെയ്തതിന് ശേഷമുള്ളൊരു കൺസോളിഡേഷൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളൊരു കമ്പനിയാണ്. അതുപോലെ നമുക്കറിയാം ഒരു കമ്പനിയുടെ ഗ്രോത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം കുറേയധികം IPOs നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും കുറേയധികം IPOs വരുന്നുണ്ട്. നമുക്കറിയാം ഐഡിയലായിട്ട് നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗോൾഡിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസ് കൂടുതൽ പേരും ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ IPOകളുടെ സക്സസ് നമ്മൾ കണ്ടു. കുറേയധികം IPOs സക്സസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു രാജ്യത്തിൻ്റെ ഒരു GDPയുടെ ഗ്രോത്തിലൊക്കെ വലിയ രീതിയിൽ നമുക്ക് GDP ഒക്കെ ഗ്രോ ചെയ്യാനായിട്ട് വലിയ കാരണമായിട്ട് മാറാറുണ്ട്. അതിൻ്റെ നമുക്കറിയാം അത്രയും ഫണ്ട് കമ്പനികൾക്ക് ലഭിക്കുമ്പോൾ അവരവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും, കമ്പനികളുടെ പ്രോഫിറ്റ്സ് കൂടുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇൻകം ടാക്സ് വഴിയുള്ള ഇൻകം കൂടും. അതുപോലെ തന്നെ GSTയിലുള്ള ഇൻക്രീസ്, അങ്ങനെ നമുക്കറിയാം എംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ തന്നെ അങ്ങനെയുള്ള ടാക്സേഷനിലുള്ള ഇൻക്രീസ്, അങ്ങനെ കൺസംഷനിലും കുറേയധികം ഇൻക്രീസ് വരും. അപ്പോൾ IPOs ഇങ്ങനെയുള്ളൊരു വലിയൊരു ബേസ് ബിൽഡ് ചെയ്യാനായിട്ട് IPOsകളോട് സാധിക്കുമെന്നുള്ളതാണ് ഈ IPOകൾ നടക്കുന്നുണ്ടുള്ളൊരു ബെനിഫിറ്റ്. നമ്മൾ കുറേയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള IPOs കണ്ടു. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ടൊരു IPO ആണ്
LG എക്യുപ്മെൻറ്റ്സ് എന്നുള്ള ഒരു IPO. അത് വളരെ നല്ല രീതിയിലുള്ളൊരു IPO ആയിരുന്നു. അത് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുകൂടിയാണ്. ആ IPO 50% പ്രീമിയത്തിലാണ് അന്ന് ലിസ്റ്റ് ചെയ്തത്. അതേസമയം ടാറ്റയുടെ ഗ്രൂപ്പ് കമ്പനിയായിട്ടുള്ള ടാറ്റയുടെ ആ കമ്പനി ലിസ്റ്റ് ചെയ്തപ്പോൾ ആ കമ്പനിക്ക് കാര്യമായിട്ടുള്ള പ്രീമിയം ഇല്ലാതെ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ലിസ്റ്റിംഗ് മാത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ IPOക്ക് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും സെലക്റ്റീവായിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും IPOകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല കമ്പനികളാണോ എന്നും കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം ഏത് കമ്പനികളാണ് ഇത് ഇൻവെസ്റ്റേഴ്സാണ് കമ്പനികളുടെ പ്രൊമോട്ടേഴ്സ് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ ശ്രമിക്കണം. അതുപോലെ നമുക്ക് നോക്കുമ്പോൾ ഒരു 5 IPOs ഓൾമോസ്റ്റ് ഒരു 35,000 crores ഒരു 5 IPOs ഈ നവംബർ-ഡിസംബർ പീരീഡിൽ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അതിൽ ഒന്ന് ലെൻസ്കാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ 8,000 crores IPO ആണ് വരുന്നത്. ആ കമ്പനി KKR എന്നുള്ള വലിയൊരു ഗ്ലോബൽ ഇൻവെസ്റ്ററുടെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ളൊരു കമ്പനി ആയതുകൊണ്ട് ഇതൊരു നല്ലൊരു IPO ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് നമുക്കറിയാം ഐവേഴ്സ്, അതായത് കണ്ണടകളുടെയൊക്കെ റീറ്റെയിലറാണ് ഈ ലെൻസ്കാർട്ട് എന്നുള്ള കമ്പനി. ആ ഒരു IPO വളരെ നമുക്ക് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ്. അതുപോലെ നമുക്ക് കാണാം ഒരു ഓൺലൈൻ ബ്രോക്കറേജ് ആയിട്ടുള്ള ഗ്രോ, നമുക്കറിയാം ഒരു 7,000 crores IPO പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10 million ആക്റ്റീവ് യൂസേഴ്സ് ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഗ്രോ. അതുകൊണ്ട് തന്നെ ഗ്രോവിൻ്റെ IPOയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു IPO ആണ്. നമുക്കത് വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു IPOs വരുന്നത് പെൻ ലാബ്സ് എന്നുള്ള കമ്പനി, ICICI Prudential AMC, ബോട്ട്, സൺഷൈൻ പിക്ചേഴ്സ്, ഹീറോ ഫിൻകോർപ്പ്, ഓംനിടെക് എഞ്ചിനീയറിംഗ്, ഓറിയൻ കേബിൾസ്, അതുപോലെ പ്രിയോറിറ്റി ജ്വൽസ്, ഇതൊക്കെയാണ് വരും ദിവസങ്ങളിൽ വരുന്ന ഈ 35,000 crores ഉള്ള IPOs വരുന്നത്. ഇത് പലതും നവംബറിൽ അല്ലെങ്കിൽ ഡിസംബറിൻ്റെ ഫസ്റ്റത്തെ 2 ആഴ്ചകളിലായിട്ട് മാർക്കറ്റിൽ വരുന്ന IPOകളാണ്. ഇതിൽ നമുക്ക് ഇതെല്ലാം നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യേണ്ട IPOകളാണ്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ IPOൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് വീണ്ടും സംസാരിക്കാം. ഞാൻ ബേസിക്കലി റിയൽ എസ്റ്റേറ്റ് സെക്ടറിലുള്ള, അതായത് റിയൽ എസ്റ്റേറ്റിലേക്ക് നേരിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാറില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ ഏതെങ്കിലും ഒരു ലാൻഡാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനെ ഫിസിക്കലി മാനേജ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളവിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും. നമുക്കറിയാം, ഏതെങ്കിലും അതിൻ്റെ അതിരുകൾ തമ്മിലുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ അതിൽ ചില ഇടയ്ക്ക് 3-4 മാസം കൂടുമ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ കാട് പിടിച്ച് വൃത്തികേടാവും, അങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസ്. അതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ ഫ്ലാറ്റുകൾ അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് എപ്പോഴും മെയിൻ്റെനൻസിന് വലിയൊരു അതിനുവേണ്ടി നമ്മുടെ സമയം നഷ്ടപ്പെടുമല്ലോ. നമുക്കൊരു എല്ലാ ആഴ്ചയിലും നമ്മൾ ബിസി ഷെഡ്യൂളിൽ പോകുമ്പോൾ നമുക്കൊരു സൺഡേ കിട്ടുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനൊന്നും നമുക്ക് സമയമില്ല. അതേസമയം ബേസിക്കലി എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ ഞാൻ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നേരിട്ട് റിയൽ എസ്റ്റേറ്റ് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോഴുള്ളൊരു ഡിഫറൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഷെയർസ് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ലിക്വിഡിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മൾക്ക് എപ്പോഴെങ്കിലും ഈ റിയൽ എസ്റ്റേറ്റ് നമ്മുടെ കയ്യിലുള്ളത് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫിസിക്കലായിട്ടുള്ളൊരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റൊക്കെ നമ്മുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ നമുക്കത് വിൽക്കാനായിട്ട് കുറേ സമയം എടുക്കുമല്ലേ. മാസങ്ങളോളം നമ്മളതിൻ്റെ പുറകിൽ നിന്നാലേ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇക്വിറ്റി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ ഫണ്ട് റിയലൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഒരു ലാൻഡിൽ അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ഒരു ഫ്ലാറ്റിൻ്റെ മേജറായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഷെയർസ് വേണമെങ്കിൽ നമുക്ക് പല പ്രാവശ്യമായിട്ട് നമുക്ക് ഫണ്ടിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് വാങ്ങി അത് ചെയ്യാൻ സാധിക്കും. അതേസമയം ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ
നമ്മളൊരു വലിയൊരു ലാൻഡ് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തുള്ളത്, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു കേരളത്തിലെ ആ ഒരു വെള്ളം ഉയർന്നൊരു സമയത്ത് അങ്ങനെ വെള്ളം കയറിയ സ്ഥലത്താണ് നമ്മളിതുപോലുള്ള ഒരു സ്ഥലം വാങ്ങിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് റിയലൈസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വരുമല്ലോ. അതേസമയം നമ്മൾ നേരിട്ട് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ആ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് രാജ്യത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലാകുന്നതുകൊണ്ട് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഒരു ബെനിഫിറ്റ് കൂടെ നമുക്ക് ലഭിക്കും. പ്രാക്ടിക്കലി നമുക്ക് ഇത്രയും ലൊക്കേഷൻസിൽ നമുക്ക് പേഴ്സണലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതൊന്നും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്കതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ടാക്സ് എഫിഷ്യൻസി നമുക്ക് അതുപോലെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ബേസിക്കലി എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്ന കമ്പനിയാണ് ശോഭ എന്നുള്ളത്. നമുക്കറിയാം റിയൽ എസ്റ്റേറ്റിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കേരള ബേസ്ഡ് ആയിട്ടുള്ള ഓണേഴ്സുള്ള ഒരു കമ്പനിയാണ് ശോഭ. ശോഭയിൽ ഞാൻ 2020 പീരീഡിൽ ആ ഒരു സ്റ്റോക്ക് ഒരു 200 ലെവലിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതാണ്. നമുക്കറിയാം ആ സ്റ്റോക്ക് ഒരു വലിയ റാലിക്കൊക്കെ ശേഷം ഇപ്പോഴും 1534 ലെവലിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശോഭ ഒരു വളരെ നല്ലൊരു ഇതുപോലെ റിയൽ എസ്റ്റേറ്റിലേക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ് ആയിരുന്നു ശോഭ ഡെവലപ്പേഴ്സ് എന്നുള്ള ആ കമ്പനി. അപ്പോൾ ഇത് ഞാനൊരു ഡിസ്ക്ലൈമർ ഉള്ളത്, ശോഭ ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്, ഇപ്പോഴും പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മളെല്ലാ വീഡിയോയിലും ഒരു ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകൾ, ഒരു 4 സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ബ്ലൂ സ്റ്റാർ എന്നുള്ള കമ്പനിയാണ്. കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ ഒരു മേജറായിട്ടുള്ള കമ്പനിയാണ് ബ്ലൂ സ്റ്റാർ. ഈ സ്റ്റോക്ക് ഒരു 1521 ലെവലിലേക്കൊക്കെ ഉള്ള ഒരു കറക്ഷൻ ശേഷം ഇപ്പോൾ ഒരു അപ് ട്രെൻഡിലാണ്. കഴിഞ്ഞ ഫ്രൈഡേയിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 2006 അപ്പോൾ ബ്ലൂ സ്റ്റാർ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് കമ്പനി ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് എന്നുള്ള കമ്പനിയാണ്. ഫിനാൻസ് സെക്ടറിൽ നിന്നുള്ള ഈ കമ്പനി ഇപ്പോൾ ഒരു അപ് ട്രെൻഡിലാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1733 നമുക്ക് ഈ സ്റ്റോക്ക് ഒരു ഇപ്പോഴത്തെ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തൊരു 20% ഒക്കെ മുകളിലേക്ക് പോകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു കമ്പനിയാണ്. അതേസമയം ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ ലിമിറ്റഡ് എന്നുള്ള കമ്പനി മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള കമ്പനിയാണ്. ഈ സ്റ്റോക്കും ഒരു അപ് ട്രെൻഡിലാണ്. 1422 ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കും നമുക്ക് വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. അതുപോലെ ക്യുമിൻസ് ഇന്ത്യ വളരെ നല്ലൊരു അപ് ട്രെൻഡിലാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ മെഷീനറി എന്നുള്ള കമ്പനി 4183 ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുമിൻസ് ഇന്ത്യയും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ആ സ്റ്റോക്കുകൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ 9% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ സമ്മാൻ ക്യാപിറ്റൽ 8% ഉയർന്നും, ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ 6% ഉയർന്നും, ചോളമണ്ഡലം ഫിനാൻസ് 6% ഉയർന്നും, ഗ്രാവിറ്റ 5% ഉയർന്നും, ഹിൻഡാൽകോ 4% ഉയർന്നും, സിഗ്നേച്ചർ ഗ്ലോബൽ 3% ഉയർന്നും, ഹിന്ദുസ്ഥാൻ കോപ്പർ 3% ഉയർന്നും, LG എക്യുപ്മെൻറ്റ്സ് 3% ഉയർന്നും, ഇൻ്റലക്ട് ഡിസൈൻ 3% ഉയർന്നും, സ്നൈഡർ ഇലക്ട്രിക് 3% ഉയർന്നും, നാഷണൽ അലുമിനിയം 3% ഉയർന്നും, ചെന്നൈ പെട്രോളിയം 3% ഉയർന്നും, SBFC ഫിനാൻസ് 3% ഉയർന്നും, GE T&D 3% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകളായതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകളെ കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ആഴ്ചയിൽ 342.7 ക്രോഡ്സിൻ്റെ ബയേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 5945.3 ക്രോഡ്സിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കുമ്പോൾ നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. 17th ഒക്ടോബറിന് ഫ്രൈഡേ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 25,709 20th ഒക്ടോബറിന് നിഫ്റ്റി 133 പോയിൻറ്റ്സ് ഉയർന്നും, 21st ഒക്ടോബറിന് മുഹൂർട്ട് ട്രേഡിങ്ങിൻ്റെ അന്ന് 25 പോയിൻറ്റ്സോടെ ഉയർന്നും, 23rd ഒക്ടോബറിന് 22 പോയിൻറ്റ്സോടെ ഉയർന്നും, 24th ഒക്ടോബറിന് 96 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് ക്ലോസ് ചെയ്തത്. എന്തായാലും ഈ വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,795
ഈ ഈ വീക്ക് നമുക്ക് കാണാം 85 പോയിൻറ്റ്സ് ആണ് നിഫ്റ്റി ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതേസമയം നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് കാണാം ഒക്ടോബർ മന്ത് 1184 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാം നിഫ്റ്റിയുടെ ലൈഫ് ടൈം ഹൈ ആയിട്ടുള്ള 26,277 നമുക്ക് ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കഴിഞ്ഞ വീക്കിൽ നമ്മൾ 26,104 എന്നുള്ള ഒരു ഹൈയോടെ ടെസ്റ്റ് ചെയ്തു. നമ്മൾ വളരെ നിഫ്റ്റിയുടെ ലൈഫ് ടൈം ഹൈക്ക് വളരെ അടുത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ലൈഫ് ടൈം ഹൈ വളരെ കുറച്ചധികം ദിവസങ്ങൾ ഉള്ളിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിന് മുകളിലേക്ക് മൂവ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള DMAs നമ്മൾ ഈ ചാർട്ടിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ 200 DMA വരുന്നത് 24,269 100 DMA വരുന്നത് 25,029 50 DMA വരുന്നത് 25,035 20 DMA വരുന്നത് 25,230 അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 25,872 ആണ്. അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലുകളായിരിക്കുക 26,245 26,412 27,347 28,008 എന്നീ ലെവലുകളാണ്. അതേസമയം പിവറ്റ് പോയിൻ്റ് ആയിട്ടുള്ള 25,872 താഴെ സപ്പോർട്ട് ലെവലുകൾ 25,640 25,229 24,830 24,212 23,814 23,196 എന്നീ ലെവലുകളാണ്. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു വീക്ക്ലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 26,425 ലോവർ റേഞ്ച് 25,212 ആണ്. പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 25,872 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് TD പവർ സിസ്റ്റംസ് ആണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 642 ലെവലിലാണ്. ഈ ലെവലിന് മുകളിൽ TD പവർ സിസ്റ്റംസിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് 706 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് TD പവർ സിസ്റ്റംസ് ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ആയിട്ടുള്ള സ്റ്റോക്ക് ഹിൻഡാൽക്കോ ആണ്. ഹിൻഡാൽക്കോ കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 824 ഈ ലെവലിന് മുകളിൽ ഹിൻഡാൽക്കോയുടെ അടുത്ത റെസിസ്റ്റൻസ് 910 ആണ്. അപ്പോൾ ഹിൻഡാൽക്കോ ആണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക്. അതുപോലെ സ്റ്റോക്സ് ഈ ആഴ്ചത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് KPI ഗ്രീൻ, ഫെഡറൽ ബാങ്ക്, ലോറസ് ലാബ്, സിറ്റി യൂണിയൻ ബാങ്ക്, അതുപോലെ സെല്ലോ വേൾഡ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു അപ്വേർഡ് ഡയറക്ഷനിലുള്ള മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് നമുക്ക് ഇവയും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.